കാലിക്കറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുന്നു. എൻ്റെ വീട് കാലിക്കറ്റ് തന്നെയാണ്. ഞാൻ 2020 ആ ഇയറിലാണ് നീറ്റ് ക്രാക്ക് ചെയ്തത്. റിപ്പീറ്റ് ചെയ്തത് കാലിക്കറ്റിൽ തന്നെയുള്ള കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇപ്പൊ പറഞ്ഞ പോലെ 782 ആയിരുന്നു എൻ്റെ റാങ്ക്. 677 ആയിരുന്നു മാർക്ക് ആ ടൈമിൽ. നിങ്ങളിൽ എന്താ പറയാ, നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് എൻ്റെ ജേർണി റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനെക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ്. അപ്പം നിങ്ങൾ മെജോറിറ്റി ആളുകളും +1 +2 ചിലപ്പം റിപ്പീറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. ചിലർ ആദ്യം മുതലേ ആഗ്രഹം ഉണ്ടാവും നല്ലൊരു ഡോക്ടറായിട്ട് മാറണം എന്നൊക്കെ. പക്ഷെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടിയാൽ പോവാം. ഞാൻ ആ ഒരു മൈനോറിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് എന്താ പറയാ, എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് ഡോക്ടർ ആവണം എന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ള ആളല്ലായിരുന്നു. +2 കഴിഞ്ഞ സമയത്ത് ഞാൻ ഇപ്പൊ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറ്, അവിടെ തന്നെയാണ് ഞാൻ +1 +2 ട്യൂഷന് പോയത്. അപ്പൊ അവിടുത്തെ സാർ എൻ്റെ അടുത്ത് വന്നിട്ട് റിപ്പീറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പം പിന്നെ ആ സാർ ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു തന്നപ്പം ഒന്ന് ചെയ്യാം, അത്രേ ഉള്ളായിരുന്നു. അല്ലാതെ വേറെ ഒന്നുമില്ല. സാധാരണക്കാരനായിട്ട് അല്ലെങ്കിൽ സാധാരണ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്ന ആളാണ്. അപ്പം ഗവൺമെന്റ് സീറ്റിൽ പൈസ കൊടുക്കാതെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അത് MBBS ആയാലും കുഴപ്പമില്ല, ഇനിയിപ്പം BDS ആയാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഈ ഒരു കോഴ്സിൽ ചെന്ന സമയത്ത് മീൻസ് റിപ്പീറ്റ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സിൽ എത്തിയതിന് ശേഷമാണ് ശരിക്കും പഠിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് എന്താ പറയാ, നമ്മുടെ മാക്സിമം കൊടുക്കണം, ബാക്കി റിസൾട്ട് എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ എത്തുന്നത്. അതുവരെ എനിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇനിയിപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ തിരിച്ച് ഡിഗ്രിക്കോ എന്തിനെങ്കിലും പോവാം, അങ്ങനെയൊക്കെ ആയിരുന്നു ഉള്ളത്. പിന്നെ ഈ ഒരു കോഴ്സിൽ എത്തിയിട്ടൊരു 2-3 മാസം കഴിയുമ്പോൾ ഞാനൊരു ഡേ സ്കോളർ ആയിരുന്നു. പോയിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്ക് അതായിരുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ. അപ്പം പോയി വരുന്ന സമയത്ത് നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ കാണും. അവരൊക്കെ ഡിഗ്രി കോഴ്സൊക്കെ കയറി അവർ കോളേജ് ലൈഫൊക്കെ സെറ്റായി പോകുന്നത് കാണുമ്പം ഇനി ബൈ ചാൻസ് കിട്ടിയില്ലെങ്കിൽ അവരുടെ ജൂനിയർ ആയിട്ട് ആ കോളേജിൽ പോകണമല്ലോ എന്നൊരു ചിന്ത വരാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും കോഴ്സിൽ കയറി പോകണം എന്ന് ശരിക്ക് ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. കാരണം ഇവരുടെ ജൂനിയർ ആയിട്ട് അവരുടെ കോളേജിൽ പോകാന്ന് പറയുന്നത് ഒരു മടിയാണ്. അത് വിചാരിച്ചിട്ടാണ് ശരിക്കും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പം എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഏറ്റവും പ്രശ്നം ബയോളജി ആയിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി കുഴപ്പമില്ല എന്നുള്ള രീതിയിലും ബയോളജി ബൈ ഹാർട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോഴും ബുദ്ധിമുട്ടാണ്. നല്ല ബൈ ഹാർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇപ്പം ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും തല നിൽക്കൂല. അപ്പം ഇപ്പൊ ഇന്ന് വായിക്കും, അടുത്ത വീക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ടി വരും, ഒരു മാസം വീക്ക്ലി റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ടി വരും, പിന്നെ ഒരു മന്ത് കഴിഞ്ഞിട്ട് വായിക്കേണ്ടി വരും. ഇങ്ങനെ കുറെ പ്രാവശ്യം വായിച്ചാൽ മാത്രമേ എനിക്കൊക്കെ മൈൻഡിൽ ഓരോ കാര്യങ്ങളും ഫിക്സ് ആവുള്ളൂ. ഇപ്പൊ ബയോളജി പഠിക്കുന്ന സമയത്ത് NCERT ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഒരേ ചാപ്റ്റർ വായിക്കേണ്ട ആവശ്യം വരും. അങ്ങനെ വായിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻലി NCERT തന്നെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഔട്ട് ഓഫ് NCERT പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പഠിച്ചിട്ടല്ലേ പുറത്തുള്ള എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം നടത്തും. അപ്പൊ ഇവർ എക്സാം നടത്തുന്ന സമയത്ത് അവിടുത്തെ ഒരു പാറ്റേൺ ഓഫ് എക്സാം എന്ന് പറഞ്ഞാൽ 50 to 60% ക്വസ്റ്റ്യൻസ് NCERT ആയിരിക്കും. ബാക്കി 40-50% ക്വസ്റ്റ്യൻസ് വരിക ഔട്ട് ഓഫ് NCERT ആയിരിക്കും. അപ്പൊ ഈ ഔട്ട് ഓഫ് NCERT എന്തായാലും എനിക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്നില്ല. NCERT തന്നെ ഞാൻ ഒപ്പിച്ചൊപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ എക്സാമിനും മാർക്ക് ഭയങ്കര കുറവായിരിക്കും ഉണ്ടാവുക. അതും അവര് അങ്ങനെ തരുന്നതിനുള്ള കാരണം എന്താ വെച്ചാൽ നീറ്റിന്റെ എക്സാം വരുന്ന സമയത്ത് ഔട്ട് ഓഫ് NCERT ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്ന രീതിയിലുള്ള അവര് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് ആ ഒരു ഔട്ട് ഓഫ് NCERT കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് അതുകൊണ്ട് മാർക്ക് എപ്പോഴും കുറവാണ്. ഞങ്ങൾ 60 പേരാണ് അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പം എനിക്ക് എന്തായാലും ബയോളജിയിൽ 20 റാങ്ക്, അല്ലെങ്കിൽ എന്താ അതിൽ വെച്ച് നോക്കുമ്പോൾ 20 റാങ്ക് ഒക്കെയാണ്, ഇടയ്ക്ക് 40 ഒക്കെ ആയിരുന്നു. കാരണം വെച്ചാൽ അപ്പം കുറെ NCERT ഔട്ട് ഓഫ് NCERT ചോദിക്കുമ്പോൾ എനിക്ക് തീരെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ എനിക്ക് എന്തായാലും NCERT പഠിക്കാനേ പറ്റുള്ളൂ. പുറത്തേക്ക് പഠിക്കാൻ പോയിട്ട് ഉള്ള സാധനം കൂടി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ഈ NCERT പഠിക്കുമ്പം ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്
ഈ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിലായിട്ട് എഴുതി വെക്കും. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ഈ ഔട്ട് ഓഫ് എൻസിആർടി ചോദിച്ച സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ പിന്നെ ഒരു എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പം എൻഡില് ശരിക്കും എന്ന് പറഞ്ഞാല് എന്റെ ബയോളജീന്റെ ജേണി എന്ന് പറയുന്നത് ഫുൾ ഡൗൺ ആയിട്ട് നീറ്റ് എക്സാമിന് ഒരു 2-3 മാസം മുമ്പാണ് ശരിക്കും എനിക്ക് നല്ലൊരു മാർക്ക് ബയോളജി കിട്ടുന്നത്. കാരണം ഓൾമോസ്റ്റ് ഒരു നീറ്റിന്റെ ഹാഫ് ജേണി എത്തി നിൽക്കുന്ന സമയത്ത് എൻസിആർടി ഓൾമോസ്റ്റ് നമുക്ക് ഓക്കെ ആവും. കാരണം നമ്മൾ വായിച്ച് നമുക്ക് പറ്റുന്നുള്ള രീതിയിൽ എത്തിക്കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ ഔട്ട് ഓഫ് എൻസിആർടി പഠിക്കുന്ന 2-3 ബുക്കൊക്കെ വാങ്ങി അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി വെച്ച് അതിങ്ങനെ വായിക്കുക. മീൻസ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ അത് വായിച്ചു പോയി. അങ്ങനെയാണ് അവസാനത്തെ എനിക്ക് മാർക്ക് കൂടുന്നത്. ബയോളജി അങ്ങനെയായിരുന്നു ജേണി. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നോക്കുന്ന സമയത്ത് ഫിസിക്സിൽ ഞാൻ ഇനീഷ്യൽ ടൈമിൽ വരുത്തിയ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പം എയിംസ് ഡൽഹിയിൽ ഫൈനൽ ഇയർ MBBS പഠിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആയിഷ. അവള് ഞാനും സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പൊ അവള് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് ഇക്വേഷൻസ് ആണല്ലോ നമുക്ക് പറഞ്ഞുതരാം എപ്പോഴും. അപ്പൊ ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാതെ അവൾ ആ കോൺസെപ്റ്റിന്ന് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിരുന്നു. അവൾ സ്വന്തം ഇരുന്നിട്ട് ഡിറൈവ് ചെയ്ത് പഠിക്കും. അപ്പൊ ആ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ അതിന്റെ ബേസ് ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടാകും. പിന്നെ അത് കൂടാതെ എന്താ പറയാ, ഇക്വേഷൻസ് മറന്നുപോയാലും നമുക്ക് അന്നേരം ആലോചിച്ചുണ്ടാക്കി എടുക്കാനും പറ്റും. ഇവൾ അത് ചെയ്ത് പഠിക്കുന്നത് കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഞാനും അവളെ പോലെ ഇരുന്ന് ചെയ്യാൻ സ്വന്തമായിട്ട് ഡിറൈവ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പൊ അവള് ചെയ്യുമ്പോൾ അവളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ ക്വസ്റ്റ്യൻസ് കിട്ടില്ലെങ്കിൽ അവളുടെ അടുത്ത് ഷെയർ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് എന്താ പറയാ, കോൺസെപ്റ്റ് ഫുൾ ക്ലിയർ ആക്കുക. ബയോളജി മീൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പിന്നെ ഒരു മീഡിയം ലെവൽ പിന്നെ ഒരു ഹയർ എൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടൂല. പക്ഷെ അന്നേരം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാവാതെ ആ ക്വസ്റ്റ്യൻ അവിടെ തന്നെ വെക്കുക. പിന്നെ നാളെ എത്താൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് റിലാക്സ് ആകുമ്പോൾ പോയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ചെയ്ത് നോക്കുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് കിട്ടും. അത് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി നമ്മൾ അതൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആൻസർ നോക്കും. അപ്പൊ ആൻസർ എന്താന്ന് കിട്ടും. അപ്പൊ ആൻസർ അന്നേരം പഠിക്കും. എന്നിട്ട് ഈ കോൺസെപ്റ്റ് പഠിച്ച ഭാഗത്ത് ഈ ക്വസ്റ്റ്യനും ആൻസറും എഴുതി വെക്കും. റിപ്പീറ്റ് ചെയ്ത് പിന്നെ പഠിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന്റെ കൂടെ മീൻസ് ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നതിന്റെ കൂടെ ഈ ക്വസ്റ്റ്യനും കാണും. അപ്പൊ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്കത് കിട്ടും. അപ്പൊ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ആണ്. പിന്നെ കെമിസ്ട്രി ഇതുപോലെ തന്നെയാണ്. ഏകദേശം ഫിസിക്സിനെ പോലെ പ്രോബ്ലംസ് ബേസ്ഡ് ഒക്കെയുള്ള സാധനങ്ങൾ തന്നെ. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് കെമിസ്ട്രി ഒക്കെ ഫുൾ ഇരുന്ന് വായിക്കുക, അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഫിസിക്സിനൊക്കെ NCERTന്റെ ബാക്കിലൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസെപ്റ്റ് നല്ലോണം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അതൊക്കെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒന്നെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളിപ്പോ ഓക്കെ ആണ്, അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. പിന്നെ എന്റെ ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് മെയിൻ മാർക്ക് കിട്ടുന്ന ബയോളജിയിൽ മാർക്ക് ഉണ്ടാവില്ല. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഓക്കെ ആണെങ്കിൽ പോലും ബയോളജി മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഫുൾ റാങ്കിൽ എപ്പോഴും താഴെയായിരിക്കും ഉണ്ടാവുക. അപ്പം ലാസ്റ്റ് 2 months 3 months ആണ് ഞാൻ ശരിക്കും ഒന്ന് മുകളിലോട്ട് പോയത്. അപ്പം ഞാൻ ഈ ജേർണിയിൽ എന്റെ കേസിൽ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഞാൻ മാക്സിമം സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. കാരണം വെച്ചാൽ ഒരു കൊല്ലത്തെ ജേർണിയാണ്. അപ്പം ഇന്ന് ഒരു എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടിയില്ല, പക്ഷെ അടുത്ത ദിവസം എഴുതി നല്ല മാർക്ക് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് 4-5-6 എക്സാം ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനും കുറച്ച് ഡൗൺ ആയി, എന്നെ കൊണ്ട് പറ്റുമോ, സെൽഫ് ഡൗട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ഇരുന്ന് കരയും, ആങ്സൈറ്റി അടിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നാലും ആ ദിവസം ഒരു ഇത്ര അവർ ഇരുന്ന് പഠിക്കും. കാരണം ഒരു കൊല്ലത്തെ ജേണി ആകുമ്പോൾ നമ്മൾ എത്രത്തോളം ഓരോ ദിവസവും ഇരുന്ന് പഠിക്കുന്നു, എല്ലാ ദിവസവും സസ്റ്റൈനബിൾ ആയിരുന്നു പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ ജേണിയിൽ കണ്ടത് എന്താ വെച്ചാൽ ലാസ്റ്റ് അറ്റ് എൻഡ് പോയിന്റ് നമുക്ക് എന്തായാലും നമ്മൾ കൊടുത്തിട്ടുള്ള ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഇന്ന് ചിലപ്പോൾ മൂഡ് ഉണ്ടാവില്ല തീരെ പഠിക്കുക, എന്നാലും ഇരുന്ന് പഠിക്കും. ആ ഒരു ഇത്ര അവർ നമ്മൾ പഠിക്കുന്ന സമയം ഇരുന്ന് പഠിക്കും. ചിലപ്പം ബയോളജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്റെ കേസിൽ ഫിസിക്സ് അപ്പം ഇരുന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ചെയ്യും. അതേപോലെ ചില ദിവസങ്ങൾ നല്ല പഠിക്കാൻ ഇഷ്ടമുണ്ടാവും. അന്ന് ഉറക്കം വളച്ചിരുന്ന് പഠിക്കുന്ന അങ്ങനത്തെ സ്വഭാവമില്ല. കറക്റ്റ് ടൈം ഉറങ്ങിയിട്ട് ഇത്ര അവറാ പഠിക്കുന്ന വെച്ചാൽ അത്ര അവർ ഞാൻ ഇരുന്ന് പഠിക്കും. എങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്തു. പിന്നെ നമുക്കറിയാം ഫെസ്റ്റിവൽസ് ഉണ്ടാവുന്ന സമയത്ത്, ഓണം വിഷു ഒക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളത് ഒരു കൊല്ലത്തെ ജേണി ആയതുകൊണ്ട് നമ്മൾ
കുറെ കാര്യങ്ങൾ അന്നേരം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ പോയിരുന്ന് പഠിക്കേണ്ടി വരും അവർ ഇതാക്കുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെ സസ്റ്റൈനബിൾ ആയി പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് എന്റെ ജേർണിയിൽ ഞാൻ ചെയ്തൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നത്. പിന്നെ എന്റെ കേസിൽ ഇപ്പം മെഡിറ്റേഷൻ തന്ന പോലെ ഞങ്ങൾ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കുറച്ച് 10 മിനിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പോലെ സെഷൻ ഉണ്ടാവുമായിരുന്നു. അതുപോലെ എന്താ പറയാ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പൊ ഞാൻ വീട്ടിൽ വരുന്നോണ്ട് തന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ തന്നെ എന്താ പറയാ റീകലക്ട് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഈ ഒരു എന്താ പറയാ പ്രാർത്ഥിക്കുന്നതിലൂടെയൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ എന്താ പറയാ അപ്പൊ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നമുക്ക് എന്താ പറയാ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ എന്റെ ഈ ജേർണിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു അവസാനത്തേക്ക് ഞങ്ങളെ ബാച്ചിൽ കോവിഡ് വന്നിട്ട് തൊട്ട് 2 ദിവസം മുമ്പൊക്കെ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തു പോയി. പിന്നെയും വന്ന് ഡേറ്റ് പറഞ്ഞിട്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു പോയി. ആ സമയത്തൊക്കെ നമ്മൾ വീട്ടിലാണ്, വീട്ടിലുള്ള എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാല് എല്ലാവരും ഉണ്ട് വീട്ടില്, പക്ഷെ നമ്മൾ ഇരുന്ന് പഠിക്കണം. അപ്പൊ ആ സമയത്തൊക്കെ കുറച്ച് ചാലഞ്ചിങ് എന്താ വെച്ചാൽ എല്ലാവരും വീട്ടിലുണ്ട്, നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ഒരു സ്ഥലത്തിരുന്ന് പഠിക്കണം. അതൊക്കെ ഭയങ്കര എന്താ പറയാ നമുക്ക് തന്നെ ഒരു മടുപ്പാണ്. ഇതിപ്പോ എന്നാ എക്സാം എന്നാ ഉണ്ടാവുക. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് എന്ന് എക്സാം ആണെങ്കിലും എഴുതണം വിചാരിച്ച് എന്താ പറയാ പോയി ഒന്ന് പഠിക്കുമായിരുന്നു. ഞാൻ അത് മീൻസ് അങ്ങനെ ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയാ എന്റെ ജേർണിയിൽ ഞാൻ ചെയ്തൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താ വെച്ചാല് ഇപ്പം ഫിസിക്സ് കെമിസ്ട്രി ബയോളജിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ലാസ്റ്റിലേക്ക് നമ്മൾ ഒരു 2 to 3 months ആകുമ്പോൾ നമ്മൾ റിവൈസ് ചെയ്തിട്ട് എക്സാം എഴുതും. അപ്പൊ റിവൈസ് ചെയ്ത് എക്സാം എഴുതുന്ന സമയത്ത് റിവിഷൻ നടത്തുന്ന സമയത്ത് ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെക്കും. ഒരു 2 to 3 പേജുള്ള നോട്ട് എല്ലാ ചാപ്റ്ററിലും ഉണ്ടാക്കി വെക്കാം. കാരണം ഈ സാധനമാണ് എക്സാമിന്റെ 1 week മുമ്പൊക്കെ നമ്മൾ ഇരുന്നിട്ട് വായിക്കുക, അല്ലെങ്കിൽ 2 to 3 days മുമ്പ് നമ്മൾ ഇത് വായിക്കുക. അപ്പൊ നമുക്ക് എന്താ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് പഠിച്ചു എന്നുള്ളൊരു ഒരു മൈൻഡിലുണ്ടാവും. എല്ലാം പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് എന്താ പറയാ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. പിന്നെ ഒരു എന്താ പറയാ ഒരു മെയിൻ സാധനമായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറയും അങ്ങനെയല്ല, പക്ഷെ ഇത് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു റാങ്ക് കിട്ടിക്കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഇയർ ഇപ്പം MBBS കയറി ഫസ്റ്റ് ഇയർ നമ്മൾ ചെയ്ത സാക്രിഫൈസിന്റെയും നമ്മൾ ചെയ്തിട്ടുള്ള എന്താ പറയാ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ എന്താ പറയാ സോഷ്യൽ മീഡിയ ഒഴിവാക്കുന്നുണ്ട് ഇപ്പൊ ഉള്ളവരെ. ഞങ്ങളുടെ സമയത്ത് അത്ര ഇല്ല, പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒഴിവാക്കുന്ന ഫെസ്റ്റിവൽസ് പിന്നെ ഗ്യാതറിങ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കി ഇരുന്ന് പഠിക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ എന്താ പറയാ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുക ഫസ്റ്റ് ഇയറിലാണ്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നമുക്ക് നമ്മുടെ സൊസൈറ്റി കിട്ടുന്ന റെസ്പെക്ട്, നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് അതൊക്കെ മാറും. കാരണം ഞാനൊരു സാധാരണക്കാരൻ ആയിട്ടുള്ള വീട്ടിലാണ് ഞാൻ പറഞ്ഞു. എൻ്റെ കുടുംബത്തിൽ ആരും തന്നെ ഡോക്ടറായിട്ടോ ഒന്നുമില്ല. എൻ്റെ ചേച്ചി ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പം ആ ഒരു പ്രൊഫഷനിലേക്ക് ആരും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ അത് നേടിയ സമയത്ത് എനിക്ക് കിട്ടിയ റെസ്പെക്ട്, എൻ്റെ വീട്ടുകാർക്ക് കിട്ടിയിട്ടുള്ള റെസ്പെക്ട്, അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് ഇയറിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു 1 year എന്താ പറയാ വേറെ ഒന്നിലും പെടാതെ എന്താ പറയാ കുറെ നമ്മൾ കരഞ്ഞ് ആൻസൈറ്റി അടിച്ചിരുന്നിട്ടും ഇരുന്ന് പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തു. അതിനൊക്കെ നമുക്ക് അവസാനം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ആ 1 yearലാണ്. നമുക്ക് കിട്ടുന്ന നമുക്ക് നമ്മളെ നോക്കിക്കാണുന്ന രീതിയെ മാറും. അപ്പൊ അതൊക്കെ ആ ഒരു എന്താ പറയാ എൻഡ് പോയിന്റിലാണ് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവുക. പിന്നെ എനിക്ക് എന്റെ ജേണി തോന്നി ഞാൻ എന്റെ ജേണീന്റെ സമയത്ത് തന്നെ കുറെ ആൾക്കാരുടെ ജേണി കാണുമല്ലോ. അപ്പൊ അവരിൽ പലരും ഉറങ്ങാണ്ടിരുന്നിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഉറങ്ങാണ്ടിരുന്നൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം 1 yearന്റെ ജേണിയാണ്. 1 yearന്റെ ജേണി ആകുമ്പോൾ 1 മാസമൊക്കെ നമ്മളെ കൊണ്ട് ഉറങ്ങാതിരുന്ന് പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിനുശേഷം നമ്മുടെ ഹെൽത്തിന്റെ പ്രശ്നങ്ങൾ വരും. ഈ ഉറങ്ങാതിരുന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പൊ എല്ലാ ദിവസവും ഒരു 6 to 7 hours എനിക്ക് ഉറക്കം മസ്റ്റായിരുന്നു. അതുപോലെ ഞാനും നിങ്ങളെടുത്ത അഡ്വൈസ് എന്ന രീതിയിലല്ല, പക്ഷെ പറയാനുള്ളൊരു കാര്യം എല്ലാവരും എന്താ പറയാ നമുക്ക് വേണ്ട അവേഴ്സ് നന്നായിട്ട് ഉറങ്ങിയിട്ട് ഇരുന്ന് പഠിക്കുക. കാരണം 1 yearന്റെ ജേണി ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹെൽത്തിനെയും മെന്റലിയും എത്രത്തോളം സ്ട്രോങ് ആക്കി മാറ്റുന്നു, അതിനനുസരിച്ചാണ് നമുക്ക് എത്രത്തോളം സസ്റ്റൈനബിൾ ആയിട്ട് പഠിച്ച് എൻഡ് വരെ നല്ല രീതിയിൽ പോയി എത്താൻ പറ്റും എന്നുള്ള കാര്യം ഉണ്ടാവുന്നത്. പിന്നെ ഒരു എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു വെച്ചാൽ ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കും. റിസൾട്ട് എന്ന് വന്നാലും ഞാൻ ഫേസ് ചെയ്തോളാം.
വെച്ചാല് റിസൾട്ട് ചിലപ്പം ഭയങ്കര മോശമായിരിക്കും. ഓക്കെയാണ്, അതിൻ്റെ അകത്തുള്ള മിസ്റ്റേക്ക് ഞാൻ പഠിക്കും. കാരണം ഇതൊന്നും നാളെ അല്ല, ലാസ്റ്റ് മിനിറ്റ് വരെ പല പല എക്സാം കൊടുത്തിട്ടാണ് നമ്മൾ എത്തുന്നത്. ഇതിന്റെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ലാസ്റ്റ് എക്സാം ആണെന്ന് വിചാരിച്ചൊന്നും ഇരിക്കാതെ മാക്സിമം ചെയ്യാം. നമുക്കൊരു റിഗ്രറ്റ് തോന്നാത്ത രീതിയിൽ മാക്സിമം ഇൻപുട്ട് കൊടുത്തിട്ട് മാക്സിമം നന്നായിട്ട് ഈ എക്സാം എഴുതും. ബാക്കി എന്ത് വേണേ വന്നോട്ടെ എന്ന് വിചാരിച്ചെഴുതുമ്പോൾ എനിക്ക് നന്നായിട്ട് എക്സാം പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തിലേക്ക് എത്തുമ്പോൾ എന്റെ മൈൻഡ് സെറ്റ് അതായിരുന്നു, ഞാൻ എന്റെ മാക്സിമം ചെയ്യും, ബാക്കി ഇന്ന് വന്നോട്ടെ, അത് ഫേസ് ചെയ്യാം, കുഴപ്പമില്ല, എന്ത് വന്നാലും ഫേസ് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോയത്. ഇപ്പം അതാണ് ഇപ്പം എന്റെ ജേർണി എന്ന് പറഞ്ഞാല് ഡൗൺ ആയിട്ട് ലാസ്റ്റ് ആണ് ഒന്ന് അപ്പായത്. അപ്പൊ ഞാൻ എല്ലാവരുടെ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, നമ്മുടെ ജേർണിയിൽ ഫസ്റ്റ് ഒക്കെ നല്ല എന്താ പറയാ, വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ല എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുമെങ്കിലും നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് പഠിച്ചാൽ എൻഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. നമ്മൾ നമ്മുടെ ഹെൽത്തിനെയും മെന്റലിയും സ്ട്രോങ് ആക്കി വെച്ച് നമ്മള് നമുക്ക് എന്താണോ റൈറ്റ് എന്ന് തോന്നുന്ന ആ ഒരു രീതിയിൽ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. എൻഡ് പോയിന്റിൽ നിങ്ങൾക്ക് എന്തായാലും വിചാരിച്ച സക്സസ് കിട്ടും. That's all. Thank you. താങ്ക് യു ആര്യ, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. ഓക്കെ, വി ക്യാൻ ഫീൽ ദ റിയൽ തിങ്സ്. ഓക്കെ, ഹൗ യു വെന്റ് ത്രൂ ആൻഡ് ഓൾ. ഇനി ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പാർട്ടിസിപ്പൻസ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ. എത്ര അവേഴ്സ് പഠിക്കുകയെന്ന് വെച്ചാൽ ഞാനൊരു ഡേ സ്കോളർ ആണെന്ന് ഞാൻ പറഞ്ഞു, ഡെയിലി പോയി വരുന്ന ആളാണ്. ഞാനൊരു 6 മണിക്കൊക്കെയാണ് വീട്ടിൽ വന്നതിന് ശേഷം ഒരു 11 മണിക്ക് വരെ ഇരുന്ന് പഠിക്കുമായിരുന്നു. 11 മണിക്ക് വന്ന് ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പോയി വരുന്ന ആളാകുമ്പോൾ ഭയങ്കര ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അപ്പത്തേക്ക് നമുക്ക് ഉറക്കം വെക്കും. അപ്പൊ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ട് ഒരു 5 മണിക്ക് എണീറ്റിട്ട് പഠിക്കും. പക്ഷെ എൻ്റെ ഒരു മീൻസ് 5-4:30 ആ സമയത്ത് എണീറ്റാലും ഒരു 6-6:30 ആകുമ്പോൾ പിന്നെയും ഉറക്കം വരുന്ന ഒരു ആളാണ് ഞാൻ. ഒരു 6:30 പിന്നെ ഒരു 7 മണി വരെ കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ട് ക്ലാസ് പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് അവേഴ്സ് വെച്ചിട്ടല്ല, എന്റെ മീൻസ് എനിക്ക് മൈൻഡ് ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം ഇരുന്ന് പഠിക്കും. അതുപോലെ ആ സമയത്ത് ഒരു 6 to 11:30-11 വരെയൊക്കെ ഞാൻ ഇരുന്ന് പഠിക്കുമായിരുന്നു എന്തായാലും. പിന്നെ എന്താ പറയാ, രാവിലെ എണീറ്റ് കുറച്ച് സമയം പഠിക്കും, പിന്നെ ഇടയ്ക്ക് ഒന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ട് ക്ലാസ് പോകും. അങ്ങനെയാണ്. പിന്നെ അവിടെ പോയാലും പഠിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കറക്റ്റ് അവേഴ്സ് ആയിട്ടൊന്നും പറയാൻ പറ്റും തോന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കംഫർട്ട് ഉണ്ടാവില്ലേ. ഇപ്പൊ ഒരു മെയിൻലി പറയുമ്പം എൻട്രൻസിന്റെ സമയത്ത് 6 to 7 hours നിങ്ങൾ കിടന്നുറങ്ങി ബാക്കി എല്ലാ സമയവും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അപ്പം അതാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഞാൻ ഫിസിക്സിൽ യൂസ് ചെയ്തത് NCERT മാത്രമാണ്. വേറെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നു അവർ നല്ലോണം. അപ്പം ആ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യും. പിന്നെ NCERT കോൺസെപ്റ്റ് പഠിച്ചിട്ട് ഞാൻ ഒരു ഫിസിക്സ് വാല എന്ന് പറഞ്ഞ ആപ്പായിട്ടല്ലായിരുന്നു, അന്ന് യൂട്യൂബിൽ ഫ്രീ ആയിരുന്നു. അപ്പൊ ഞാൻ ആ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കോൺസെപ്റ്റ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുറെ കാലം. പിന്നെ അങ്ങനെ എന്താ പറയാ, എക്സ്ട്രാ ആയിട്ട് വേറൊരു ബുക്കും റെഫർ ചെയ്തിട്ടില്ല. NCERT തന്നെയാണ് വായിച്ച് പഠിച്ചത്. പിന്നെ അവിടുത്തെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. JEE ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ആ സമയത്ത് കോവിഡ് വന്ന സമയത്ത് എന്താ പറയാ, ഗവൺമെന്റിന്റെ ഒരു ആപ്പ് വന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കോവിഡിന്റെ ആ സമയത്ത് എക്സാം നീട്ടിവെച്ച സമയത്ത്. അപ്പൊ ആ ഒരു ആപ്പിന്റെ അത് കുറെ JEE ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. അത് ഞാൻ എന്താ പറയാ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ NCERTന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കുറെ JEE ടൈപ്പ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതും എന്താ പറയാ, അതും ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. NCERTന്റെ ബാക്കത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിലെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി മാക്സിമം കോൺസെപ്റ്റ് പഠിക്കുക. കോൺസെപ്റ്റ് പഠിച്ച് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ പറ്റും. അല്ലാതെ ബൈഹാർട്ട് ചെയ്തിട്ട് ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസും ചിലപ്പോൾ മറന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം
എളുപ്പമായിരിക്കും. ചിലപ്പം ഒന്ന് വെറുതെ മാറി ചിന്തിച്ചാൽ മാത്രം മതിയോ. പക്ഷെ ഇക്വേഷൻസ് മാത്രം പഠിച്ചു പോകുമ്പോൾ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെന്ന് പറയുന്നത് മാക്സിമം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാനിക് ആവും. ഇതിന് ഞാൻ പഠിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ അത് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം മാക്സിമം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ബുക്സിനേക്കാൾ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന എന്താ പറയാ അങ്ങനത്തെ ഏതെങ്കിലും ബുക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റെഫർ ചെയ്യാം. ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കൊണ്ട് എന്താ പറയാ വലിയ കുഴപ്പമില്ല. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ ഒരു കാര്യത്തിൽ എന്താ വെച്ചാല് ഞാൻ പഠിക്കാത്തൊരു ഭാഗത്തിന്റെ എടുത്തിട്ട് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അല്ലെങ്കിൽ എന്നോ പഠിച്ചൊരു സാധനത്തിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്താൽ ഉത്തരമൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ സ്ട്രെസ്ഡ് ആവും. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ട് അതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും ആ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. മാക്സിമം എനിക്കൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കുന്നൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ചെയ്ത ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് കോൺസെപ്റ്റ് പഠിക്കുന്ന സ്ഥലത്ത് അത് എഴുതി വെച്ചിട്ട് ആ ക്വസ്റ്റ്യന് ആ കോൺസെപ്റ്റ് പിന്നെയും പഠിക്കുമല്ലോ. അപ്പൊ അത് പിന്നെയും ചെയ്ത് നോക്കണം. അത് ഇമ്പോർട്ടൻ്റ്. കാരണം അതേ ക്വസ്റ്റ്യൻസ് ചിലപ്പം റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് വരും. ഡെയിലി ടോപ്പിക്സിന്റെ നമുക്ക് എക്സാം ഉണ്ടാവുമല്ലോ. ഇപ്പൊ വീക്ക്ലി ഒക്കെ നിങ്ങൾ എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ എക്സാം എഴുതുന്ന സമയത്ത് ആ ടോപ്പിക്ക് പിന്നെ റിവൈസ് ചെയ്യും. സൺഡേസിലൊക്കെ നമുക്ക് ഒഴിവുണ്ടാകുന്ന സമയത്ത് അന്നിരുന്ന് ആ വീക്ക് പഠിച്ച സാധനം റിവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ സൺഡേസിൽ റിവൈസ് ചെയ്യുന്നതാണ് ഞാൻ മെയിൻലി ചെയ്യാറ്. പിന്നെ അവിടെ എക്സാം ആകുമ്പോൾ ഇന്ന് ചാപ്റ്റേഴ്സ് നിന്നിട്ട് എക്സാം ഇടും. പിന്നെയും ആ ചാപ്റ്റേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് അവർ എക്സാം ഇടുന്ന സമയത്ത് അത് പിന്നെ റിവൈസ് ചെയ്യാം. പിന്നെ മെയിൻലി വീക്ക്ലി റിവൈസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കോൺസെപ്റ്റ് പഠിച്ച് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചാൽ എന്താ പറയാ ഞാൻ പറഞ്ഞു തരാ വെച്ചാല് നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഒരു ഇക്വേഷൻസ് അല്ലേ പറഞ്ഞു തരാം. അതുപോലെ ആ കോൺസെപ്റ്റില് എങ്ങനെ ആ ഇക്വേഷനിലേക്ക് എത്തി എന്നുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ. അത് ഇപ്പൊ നിങ്ങൾ എവിടെയാണോ പഠിക്കുന്ന ആ സാറോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇങ്ങനെ ഇതിട്ടിട്ട് നമ്മൾ പ്ലസ് ടു കഴിയുമ്പോൾ ഡിറൈവ് ദി ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. ലേസിനെസ് എങ്ങനെ കുറയ്ക്കുന്ന വെച്ചാല് നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി പിന്നെ എന്തായാലും ഒരു റാങ്ക് വാങ്ങുക, ഒരു നല്ല ഇത് കിട്ടുക, പിന്നെ അതിനെയല്ലേ നമുക്കുള്ളൂ. അപ്പൊ ലേസിനെസ് അങ്ങനെ അങ്ങനെ ഒരു ഇത് ഉണ്ടാവരുത്. കാരണം എന്ന് വെച്ചാല് സിസ്റ്റമാറ്റിക് ആയിട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ലേസി ആകുമ്പോൾ നമുക്കൊന്നും എന്താ പറയാ എന്തായാലും കയറി അപ്പൊ പിന്നെ മാക്സിമം ട്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഞാൻ റിപ്പീറ്റർ ആയിരുന്നു. ത്രൂ ഔട്ട് ദി ഇയർ കൺസിസ്റ്റന്റ് ആവാച്ചാൽ നമുക്ക് എന്തായാലും ആ അവേഴ്സ് ഞാൻ ഇരുന്ന് പഠിക്കുന്നു മൈൻഡിൽ സെറ്റ് ആക്കാം. ഞാൻ എന്താ പറയാ ഇന്ന് എനിക്ക് വെറുതെ ഫോൺ കളിക്കാനുള്ള മൂടുണ്ട് അല്ലെങ്കിൽ ഇന്ന് പഠിക്കാനുള്ള മൂടില്ല എന്ന് വെച്ചാൽ പഠിക്കാതെ നിൽക്കരുത്. ആ അവേഴ്സ് ഞാൻ എന്തായാലും ഇരുന്ന് പഠിക്കും. കാരണം എന്താ എനിക്ക് എന്തായാലും റാങ്ക് കിട്ടണം. നമ്മൾ പലരും റിപ്പീറ്റ് ചെയ്യുന്ന എന്തായാലും ഒരു കൊല്ലം കളയുന്നവരാണ്. കളയുന്നതല്ല മീൻസ് ഒരു കൊല്ലം ഇതിനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു അവേഴ്സ് എന്തായാലും ഇരുന്ന് പഠിക്കുന്ന മൈൻഡിൽ സെറ്റാക്കി നമ്മൾ മെന്റലി അത് സ്ട്രോങ് ആവണം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഒരു എന്താ പറയാ ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക. അപ്പം എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഞാൻ എന്റെ ജേർണിയിൽ നിന്ന് മനസ്സിലാക്കിയത്. രാവിലത്തെ ഷെഡ്യൂൾ അങ്ങനെയല്ല. എനിക്ക് എന്താ പറയാ ഞാൻ ആദ്യമൊക്കെ ലേറ്റ് നൈറ്റ് 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ 7 മണിയാകുമ്പോൾ എണീറ്റ് പോയി. കാരണം ഞാൻ മോർണിംഗ് പേഴ്സണും അല്ല അങ്ങനെയാണ്. അപ്പൊ രാവിലെ 1 മണിക്ക് 7 മണിക്ക് എണീറ്റിട്ട് ക്ലാസ്സിൽ 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് 2 ബസ് കയറണമായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ പോവാൻ ആദ്യം